ബീവി അള്ളാഹുവിന്റെ റസൂൽ ഒരു നല്ല ഭർത്താവായി മാറി. എങ്ങനെ നല്ല ഭർത്താവായി മാറി? എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണമെന്ന് ഒരു ഊഹവുമില്ലാതെ ഞാനിന്ന് പറയുകയാണ്. എനിക്ക് പറഞ്ഞിട്ടും മനസ്സ് വരുന്നില്ല. എന്റെ മനസ്സിൽ എനിക്കൊരു തൃപ്തിയായി വരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ ഖദീജയെ മറന്നില്ല. ബഹുമാനപ്പെട്ട ഖദീജ ബീവി മരണസമയത്ത് കിടക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അടുത്തു വന്നിരിക്കുമ്പോ എല്ലും തോലുമായിട്ട് ഖദീജ ബീവി അവസാനത്തെ സമയം എന്താണെന്നറിയോ പെങ്ങളെ? കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ ചെരുപ്പുണ്ടാക്കുന്ന പാത്രമുണ്ടാക്കുന്ന തോലെടുത്ത് വെള്ളത്തിൽ നനച്ചിട്ട് ആ നനച്ച തോൽക്കഷണമെടുത്ത് പല്ലിന്റെ ഇടയിലേക്ക് തിരികെ വെച്ച് ആ തിരികെ വെച്ച നനഞ്ഞ തോലിന്റെ ഉള്ളിൽ നിന്ന് ഇറ്റിട്ട് വരുന്ന വെള്ളത്തുള്ളി കൊണ്ട് തൊണ്ട നനച്ച് കിടക്കുന്നു ഖദീജ. മരണസമയത്ത് ആരാ? കോടിപതിയായ ഹുവൈലിദിന്റെ മകൾ. കോടിപതിയായ ഹുവൈലിദിന്റെ മകൾ ഇറങ്ങി വന്നപ്പോ ഒരു ഭർത്താവിന്റെ ത്യാഗത്തിന് പങ്കാളിയായപ്പോ മരിക്കുന്ന സമയത്ത് കുടിക്കാൻ വെള്ളമില്ലാതെ ചെരുപ്പിന്റെ തോലെടുത്തിട്ട് വെള്ളത്തിൽ നനച്ച് അത് പല്ലിന്റെ ഇടയിലേക്ക് തിരികെ വെച്ചിട്ട് വെള്ളത്തുള്ളി കൊണ്ട് തൊണ്ട നനയ്ക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഖദീജ, ഹുവൈലിദിന്റെ മോളെ ഖദീജ, എന്റെ കൈ പിടിച്ചിറങ്ങി വന്നപ്പോ നിന്റെ മരണസമയത്ത് നിനക്ക് ഒരു നേരം വയറ് നിറച്ച് തരാൻ എനിക്ക് പറ്റിയില്ലല്ലോ. ഖദീജ ബീവി പറയല്ലേ നബിയേ, ഞാൻ പോവുകയാണ്. നാളെ സ്വർഗത്തിൽ ഞാൻ അങ്ങയുടെ ചാരത്തുണ്ടാകുമോ? നാളെ ജീവിതത്തിന്റെ വിവാഹത്തിന്റെ 3-ാം ഘട്ടത്തിൽ ഞാനും അങ്ങയുടെ ഭാര്യയായിട്ടുണ്ടാകുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ, നീ എന്റെ മണവാട്ടി, സ്വർഗത്തിന്റെ ഹൂറിയാണ് നീ, സ്വർഗത്തിന്റെ മണവാട്ടിയാണ് നീ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകാൻ പോകുന്നു. പൊന്നുമോള് ഫാത്തിമ മറുഭാഗത്തിരുന്ന് പൊട്ടിക്കരയുന്നു. ആ ഉമ്മ വിളിച്ചടുത്തു വാ മോളെ. ഏത് മരിക്കാൻ പോകുന്ന ഉമ്മയുടെയും ഏറ്റവും വലിയ ദുഃഖം കെട്ടിക്കാത്ത മകളല്ലേ? ആ മകളെ വിളിച്ചിട്ട് ഖദീജ ബീവി മടിക്കുത്തിൽ വെച്ചിരുന്നൊരു കൊച്ചു പൊതി അഴിച്ചു. അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ സ്വർണ്ണമാല ഉണ്ടായിരുന്നു. പൊന്നുമോളെ ഫാത്തിമ, എന്റെ ഉള്ളതെല്ലാം എന്റെ ഉപ്പയുടെ സമ്പത്ത് മുഴുവൻ ദീനിന് വേണ്ടി ചെലവഴിച്ചു. ഇത് നിന്റെ വാപ്പ എനിക്ക് മഹറായിട്ട് തന്ന സ്വർണ്ണമാലയാണ്. അള്ളാഹുവിന്റെ റസൂലും മഹറായി കൊടുത്ത സ്വർണ്ണമാല തന്റെ മകൾക്ക് അനന്തരാവകാശം കയ്യിൽ കൊടുത്തു. ഖദീജ ബീവി എന്നേക്കുമായി റസൂലുള്ളാഹിന്റെ മടിയിൽ തലവെച്ച് വിട പറഞ്ഞു. ഖദീജ ബീവിയെ കൊണ്ടുപോയി ഖബറടക്കി. ഖദീജ ബീവി മരിച്ച വർഷം അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക ആമുൽ ഹുസ്ൻ, പ്രവാചകൻ കരഞ്ഞ് നിലവിളിച്ച വർഷം. ആ ഖദീജ ബീവി മരിച്ച വർഷം ചരിത്രത്തിൽ ആമുൽ ഹുസ്ൻ എന്നറിയപ്പെടുത്തു. പ്രവാചകന്റെ ദുഃഖവർഷമായി. സഹോദരങ്ങളെ, ഭാര്യ മരിച്ചു, ഖബറടക്കവും കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയി. 10 വർഷം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി ആട്ടി ഓടിച്ച മദീനയിലേക്ക് സഹാബത്തുമായിട്ട് തിരിച്ചു വരികയാ. മക്കം ഫതഹായി. അള്ളാഹുവിന്റെ റസൂലിന്റെ വലിയ ചരിത്രമാണിത്. ഒരു കുടുംബത്തിന്റെ കഥയാണിത്. മക്കം പ്രവാചകന്റെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ആട്ടി ഓടിക്കപ്പെട്ട മക്കയിലേക്ക്, ഖദീജയും താനും പട്ടിണി കിടന്ന മക്കയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ മക്കയിലേക്ക് തിരിഞ്ഞു വന്ന് വില്ലാളിയ പോലെ അബൂജഹലിന്റെ മുട്ടുറച്ചു, അബൂ സുഫിയാന്റെ മുട്ടുറച്ചു. അള്ളാഹുവിന്റെ റസൂൽ കഅബാലയം 7 പ്രാവശ്യം തവാഫ് ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ കഅബാലയം തവാഫ് ചെയ്യുമ്പോ ഓരോ തവാഫ് ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നോക്കി. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങൾ അറിയുമോ, അള്ളാഹുവിന്റെ റസൂൽ തവാഫ് ചെയ്യുന്നു. ഓരോ തവാഫ് ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നോക്കുന്നു. 7 തവാഫ് ചെയ്തപ്പോഴും റസൂലുള്ള തിരിഞ്ഞു നോക്കി. ആരെയാ നോക്കിയതെന്നറിയുമോ? മകളെയല്ല, തന്റെ ലക്ഷക്കണക്കിന് അനുയായികളെയല്ല, അള്ളാഹുവിന്റെ റസൂൽ എന്ന ലോകത്തിന്റെ മാതൃകാ ഭർത്താവ് തിരിഞ്ഞു നോക്കിയത് പ്രിയപ്പെട്ട ഖദീജയുടെ ഖബറിലേക്കാണ്. ഓരോ തവാഫ് ചെയ്യുമ്പോഴും തിരിഞ്ഞു നോക്കി. ഖദീജ, കട്ടപ്പാട് മാറി മോളെ, മക്ക എന്റെ കാൽ കീഴിലാണ് മോളെ. എന്നാലും എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ മഖാമ ഇബ്രാഹിമിന്റെ മുമ്പിലെത്തി 2 റക്അത്ത് നിസ്കരിക്കാൻ പോകുമ്പോ അള്ളാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നോക്കി. ഖദീജ ബീവിയുടെ മൺകൂന കിടക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഖദീജയുടെ ഖബറിന്റെ നേരെ കുറച്ചു നേരം മൗനമായി നോക്കി നിന്നു.
ഇതെന്റെ വായുടെ, എന്റെ ശബ്ദത്തിന്റെ, എന്റെ വാക്കുകളുടെ ഗരിമയല്ല. അള്ളാന്റെ റസൂല് മഖാമ ഇബ്രാഹീമിന്റെ പുറകിൽ നിൽക്കുമ്പോ ഖദീജ ബിവിയുടെ ഖബറിലേക്ക് നോക്കി നിന്നു. അള്ളാന്റെ റസൂലിന്റെ മനസ്സിൽ 1000 സംഭവം മിന്നൽ പിണര് പോലെ കടന്നുപോയി. മരിക്കാ നേരത്ത് പല്ലിന്റെ ഇടയിൽ തോല് നനച്ചു വെച്ചിട്ട് കിടന്ന മോളെ, ഇന്നിതാ എനിക്ക് സൗഭാഗ്യത്തിന്റെ നാളാണ്. സൗഭാഗ്യം വന്നപ്പോഴും മറന്നില്ല നബി തങ്ങൾ തന്റെ ഖദീജയെ മറന്നില്ല. ഭാര്യ മരിച്ചാൽ ഖബറിൽ കിടക്കുന്ന അവളെ ഓർക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്, എത്ര ഭർത്താക്കന്മാരുണ്ട്. വർഷം 13 കഴിഞ്ഞിട്ടും അള്ളാന്റെ റസൂല് ഖദീജയെ മറന്നുപോയില്ലല്ലോ. അള്ളാന്റെ റസൂല് ഖദീജയെ മറന്നുപോയില്ലല്ലോ. അള്ളാന്റെ റസൂല് ഖദീജയെ മറന്നുപോയില്ലല്ലോ. ഈ മറക്കാത്ത ഓർമ്മയാണ് കുടുംബ ബന്ധത്തിന്റെ പ്രകാശം. ഒരിക്കലും മരിക്കാത്ത, നരയ്ക്കാത്ത, മങ്ങാത്ത, മായാത്ത ഓർമ്മകളായി സഹോദരിമാരെ തിളങ്ങി നിൽക്കേണ്ടത് വീടിന്റെ ചുവരിലല്ല. ഭാര്യ ഭർത്താക്കന്മാരെ തിളങ്ങി നിൽക്കേണ്ടത് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയുടെ അന്നെടുത്ത ഫോട്ടോയുടെ ചിത്രങ്ങളിലല്ല. സ്വന്തം മക്കളെ ഇടത്തും വലത്തും ഇരുത്തി വീടിന്റെ സ്വീകരണ റൂമിൽ നീ വെച്ചിരിക്കുന്ന വെറുതെ കൃത്രിമത്തിന്റെ തട്ടാന്റെ ചിരി വന്ന ഫോട്ടോയിലല്ല. നിന്റെ ഫോട്ടോ ഇരിക്കേണ്ടത് ഭർത്താവിന്റെ ഹൃദയത്തിൽ. ഏ പെണ്ണെ, നീ ഇരിക്കേണ്ടത് ഭർത്താവിന്റെ ഹൃദയത്തിൽ. ഭർത്താവെ, നീ ഇരിക്കേണ്ടത് ഭാര്യയുടെ ഹൃദയത്തിൽ. വെളിച്ചമൊട്ടുമില്ലെങ്കിലും മങ്ങിക്കത്തുന്ന ഒരു മൺചരാത് പോലെയെങ്കിലും, മങ്ങിക്കത്തുന്ന ഒരു മൺചരാത് പോലെയെങ്കിലും നിന്റെ ഇണയുടെ ഹൃദയത്തിന്റെ കൂടിനുള്ളിൽ കൂട്ടുകൂടാൻ നിനക്ക് കഴിഞ്ഞാൽ, ഭാര്യയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കൂട് കെട്ടാൻ ഭർത്താവിന് കഴിഞ്ഞാൽ, ഭർത്താവിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൂട് കെട്ടിക്കണിയാൻ ഒരു ഭാര്യയ്ക്ക് കഴിഞ്ഞാൽ, അതിനേക്കാൾ വലിയൊരു ദാമ്പത്യ ജീവിതം ലോകത്തില്ല. ഇണക്കങ്ങൾ മാറട്ടെ, പിണക്കങ്ങൾ മാറട്ടെ, പിണക്കങ്ങളുടെയും ഇണക്കങ്ങളുടെയും ഇടയിൽ ഒരു നന്മ കടന്നു വരട്ടെ. അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതം ഖൈറിലാക്കി തരട്ടെ. പിണക്കങ്ങളൊക്കെ മാറട്ടെ, പിണക്കങ്ങളൊക്കെ മാറട്ടെ. എന്റെ സഹോദരിമാരെ, എനിക്ക് പറയാനേറെയുണ്ട്, പക്ഷേ സമയം അപര്യാപ്തമാണ്. ഒരൊറ്റ ഹദീസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. വിവാഹത്തിന്റെ 3ാമത്തെ ഘട്ടം ഇനി സ്വർഗത്തിലാണ്. വിവാഹത്തിന്റെ 3ാമത്തെ ഘട്ടം ഇനി സ്വർഗത്തിലാണ്. അള്ളാഹു അത് അനുഭവിക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ സഹോദരിമാർ, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഇതൊന്നും മനസ്സിലേറ്റിയിട്ട് പോകണം. എന്നോട് വിഷമം തോന്നരുത്, വേഷവിധാനം പറഞ്ഞില്ല, മറ്റൊന്നുമില്ല. കാരണം അതാണ് നമ്മുടെ സമയം. ഒരൊറ്റ ഹദീസ്. നിങ്ങൾ വിവാഹത്തിന്റെ 3ാമത്തെ ഘട്ടത്തിലെത്തണം. എന്റെ സഹോദരിമാർ, ഈ ചിന്ത മനസ്സിൽ വെച്ചിട്ട് ഇന്ന് പിരിയണം. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഒരു പെണ്ണിന് സ്വർഗം ഉറപ്പാ. ഒരു പെണ്ണിന് സ്വർഗം ഉറപ്പാ. ഏതു പെണ്ണ്? സ്വർഗം ഉറപ്പാക്കാൻ നീ ചെയ്യേണ്ട ജോലി തഹജ്ജുദ് നിസ്കരിച്ച പെണ്ണാണ്, നിസ്കരിച്ച പെണ്ണാണ്. പണവും പണ്ടവും മാലയും മോതിരൊക്കെ സദക്ക ചെയ്ത പെണ്ണാണ്. പെങ്ങളെ, നിനക്കാ സ്വർഗത്തിൽ പോകാൻ നീ രാത്രി നിന്ന് കൂടുതൽ നിസ്കരിക്കണ്ട, ഒക്കെ ചെയ്തോളി. നീ പണവും പണ്ടവും ഭാര്യ സദക്കൊന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ആദ്യം മനസ്സിലെ ഞാനാണ് വലുത് എന്ന ബോധം കളയണം. എന്നാലേ ഞാൻ ഈ പറഞ്ഞ ചെയ്യൂ. പക്ഷെ അത് ചെയ്യൂന്നുള്ള ഓർമ്മയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു പെണ്ണിന് സ്വർഗം ഉറപ്പാ. ഏതാ പെണ്ണ്? അവളും അവളുടെ ഭർത്താവും കൂടി ഒരു ദിവസം വഴക്കൂടി. അവളും അവളുടെ ഭർത്താവും കൂടി ഒരു ദിവസം വഴക്കുകൂടി. വഴക്ക് കൂടിക്കൊണ്ടിരുന്നപ്പോ ഇവള് ദേഷ്യം വന്നപ്പോ ആ ഭർത്താവിന് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞു. സാധാരണ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് ദേഷ്യം വരും. ആ ദേഷ്യം വരുന്ന പെണ്ണുങ്ങൾ ദേഷ്യം വരുമ്പോ പിന്നെ ഭർത്താവാണ് വാപ്പയാൻ നോക്കൂല, അങ്ങ് പറയും. പറഞ്ഞ് തന്റെ ഭാര്യ പറഞ്ഞ വാക്കോർത്തപ്പോ ആ ഭർത്താവിന്റെ മനസ്സ് നൊന്തു. അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഭാര്യയുടെ നാവിൽ നിന്ന് വരുന്ന ആ വർത്താനം കേട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കച്ചവടം ചെയ്ത് തളർന്ന് വീട്ടിൽ വന്നപ്പോ ഭാര്യ ഒരു ചെറിയ വഴക്കുണ്ടായപ്പോൾ തന്നോട് പറഞ്ഞ വാക്ക് കേട്ടപ്പോ ഭർത്താവിന്റെ മനസ്സ് നൊന്തു. അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ നേരെ രാത്രി സമയം വീടിന്റെ മുറ്റത്തിറങ്ങി ഒരു കസേര ഇട്ടിട്ട് ആ കസേരയിൽ ചാരി കിടന്ന് ആകാശത്തേക്ക് നോക്കി. തന്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ വന്നപ്പോ അവന്റെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകി.
അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞൊരു പെണ്ണിന് സ്വർഗമുറപ്പാ. അവള് ഭർത്താവുമായിട്ട് വഴക്ക് കൂടിയപ്പോ എന്തൊക്കെയോ വല്ലാതെ അവള് നാവ് കൊണ്ട് വിളിച്ചു പറഞ്ഞു പോയി. അത് കേട്ടപ്പോൾ ഭർത്താവിന്റെ മനസ്സ് നൊന്തു. അള്ളാഹുവേ, ഞാൻ ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടും അവൾ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലാ, അവൾ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലാ, സഹിക്കാൻ കഴിഞ്ഞില്ല. സഹോദരങ്ങളെ, ഭാര്യമാര് പറഞ്ഞാല് നമ്മുടെ ഹൃദയം പൊട്ടും. അവൻ വീടിന്റെ മുറ്റത്തിറങ്ങി കസേരയിൽ കിടന്ന് ചാരി കിടക്കുകയാണ്. അല്ലാഹുവേ, എന്റെ പെണ്ണൻ എങ്ങനെ പറഞ്ഞല്ലോ അല്ലാ. അവന്റെ കണ്ണിലൂടെ കണ്ണുനീരിന്റെ 2 തുള്ളി താഴോട്ടിട്ട് വീണു. ഈ ഭാര്യ നോക്കുമ്പോ എന്റെ ഭർത്താവിന്റെ കണ്ണിന്റെ വാട കണ്ണുനീർ ഉരുണ്ടുകൂടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ പെണ്ണ് പോയിട്ട് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഞാൻ അറിയാതെ പറഞ്ഞതാണ്, മാപ്പാക്കണേ എന്ന് പറഞ്ഞാൽ വദബത്തിലഹൽ ജന്ന, വദബത്തിലഹൽ ജന്ന, വദബത്തിലഹൽ ജന്ന. ആ പെണ്ണിന് സ്വർഗമുറപ്പാണ്, സ്വർഗമുറപ്പാണ്, സ്വർഗമുറപ്പാണെന്ന് ലോകൈക ഗുരുനബി മുഹമ്മദ് മുസ്തഫ. പെങ്ങളെ, സ്വർഗമോത്തിട്ടൊന്ന് താന്നു കൊടുക്ക്. ഭർത്താവിന്റെ കണ്ണുനീര് കണ്ടിട്ടും കൽവലിയാത്ത പെണ്ണ് അവള് നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വീട്ടിലൊരു വഴക്കുണ്ടായി, ഭർത്താവിന്റെ കണ്ണുനീര് കണ്ടിട്ട് ഒരു ഭാര്യയുടെ കൽബം നലിഞ്ഞില്ലയോ, അവള് പിന്നെ സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഭർത്താവിന്റെ കണ്ണുനീര് കണ്ടിട്ട് ഒരു പെണ്ണിന്റെ കൽബ് അലഞ്ഞില്ലെങ്കിൽ പിന്നെ ആ പെണ്ണ് സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കണം. ഞാൻ ഈ ഹദീസിന്റെ ഇബാറത്ത് എനിക്ക് ഓർമ്മയില്ല. റസൂലുള്ള പറഞ്ഞു, ഭർത്താവ് ഇങ്ങനെ കിടക്കുകയാണ്, ഭർത്താവിന്റെ അടുത്ത് പുറകെ നീ ചെല്ലണം, എന്നിട്ട് നിന്റെ കൈ അവന്റെ കൈയുടെ മുകളിൽ വെക്കണം. റസൂലുള്ള പറഞ്ഞു, അവൻ അപ്പോ തട്ടി മാറ്റി. ഹദീസിന്റെ ആശയമാണ്, ഹദീസ് ഇബാറത്ത് ഓർമ്മയില്ല. അപ്പോ പോകരുത്, വീണ്ടും പോയി തൊടണം. ഇൻഷാ അല്ലാഹ് സഹോദരിമാരെ ചെയ്യും. അള്ളാഹു സ്വർഗം തരട്ടെ. അള്ളാഹു ഈ ബോധം, മനസ്സിലെ മിഥ്യാധാരണയൊക്കെ മാറ്റട്ടെ. ഇങ്ങനെ കിടക്കാണ്, പുറകിൽ നിന്ന് പോയിട്ട് കൈ പിടിക്കണം, എന്തൊക്കെയോ അവനെ പറഞ്ഞു പോയി, നിന്നു അള്ളാഹു അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി കൈ പിടിക്കണം, എന്നിട്ട് പുറകിൽ ചെന്നിട്ട് ആ കട്ടിൽ, ആ കസേരയുടെ പുറകിൽ നിന്നിട്ട് പറയണം. റസൂലുള്ള പറഞ്ഞ ഹദീസാണ്. പിന്നെ അപ്പോ ഈ ദേഷ്യവും സങ്കടവും ഒക്കെ വരുമ്പോൾ തൊട്ടുപോരുന്നുണ്ട്. നമ്മളൊന്ന് ഗർജിക്കും, പുരുഷന്റെ സ്വഭാവമാണ്, പോകരുത്. റസൂൽ പിന്നെയും വെക്കണം കൈ മുകളിൽ, എന്നിട്ട് പിന്നെ തുടരുതെന്നല്ലേ പറഞ്ഞത്. ആദ്യം പറഞ്ഞ ചൂട് രണ്ടാമത്തെ പറച്ചിലുണ്ടാവൂല, ഉണ്ടാവൂ. ആദ്യം തൊട്ടപ്പോ ചാടിയതുപോലെ പുലി കടിക്കണ മാതിരി ചാടുവോ? രണ്ടാമത് ഒന്നുകൂടി പറയും, തുടരുതെന്നല്ലേ എന്നോട് പറഞ്ഞത്. പോകരുത് പെങ്ങളെ, ദേഷ്യപ്പെട്ടാലും പോകരുത്. റസൂലുള്ള പറഞ്ഞു, തുമ്മ ഉഖറ, പിന്നെയും അവന്റെ കയ്യിൽ പോയി വെച്ചിട്ട് വരണം. പിന്നെ ഞാൻ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ, നിങ്ങളൊന്ന് മാപ്പാക്കിയേക്ക്. അവൻ പിന്നെ ചൂടാവോ ഷാനവാസേ? സ്വപ്നം കാണാൻ ചൂടാവോ? ആരോട്? അടുപ്പ് ചൂടാകണ കാര്യമല്ല. അപ്പൊ മൂന്നാമതും പോയി കൈ വെച്ചാൽ അവനെന്ത് പറയും? മൂന്നാമത് കഴിച്ചു, പിന്നെ മാപ്പാക്കണം, ഞാൻ അറിയാതെ പറഞ്ഞതാ, ഞാൻ ഇനി അങ്ങനെ ചെയ്തില്ല. അവൻ എഴുന്നേക്കും, അവളുടെ മുഖത്ത് നോക്കും, ഇനി എന്നെ അടിക്കോ? ഞാനൊരു കാര്യം നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ. നമുക്ക് നമ്മുടെ ഭാര്യയോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നപ്പോൾ അവൾ നമ്മളെന്തൊക്കെയോ പറഞ്ഞു, നമ്മുടെ മനസ്സ് വല്ലാതെ നൊന്തിരുന്നിട്ട് ആ പെണ്ണ് വന്നിട്ട് കൈ പിടിച്ചിട്ട് പിന്നെ ഞാൻ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു, നിങ്ങളങ്ങ് മാപ്പാക്കണേ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹം കൂടുവോ കുറയുമോ?